ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ ടിപ്സുമായിട്ടാണ്. മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ലെങ്ത് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. ഇത് നമുക്ക് വീക്കിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറൽ ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഉലുവയാണ്. ഉലുവ ഞാൻ 1 ടീസ്പൂൺ ഉലുവയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഹെയറിന് ആവശ്യത്തിന് എടുക്കുക. ഉലുവയാണെങ്കിലും ചെമ്പരത്തി ആണെങ്കിലും. ഞാനിവിടെ 1 ടീസ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ചെമ്പരത്തിപ്പൂവാണ്. ഞാനൊരു 5-6 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെമ്പരത്തി വെള്ളത്തിലിട്ട് വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കഴുകണം. കാര്യം ഇതിൽ കറയൊക്കെ ഉണ്ട്, മഞ്ഞപ്പൊടി, ആ ഒരു പൊടിയൊക്കെ കഴുകിയിട്ട് വേണം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാൻ. ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു ചെമ്പരത്തിപ്പൂവെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് അളവിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 6 മണിക്കൂർ നേരത്തേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 6 മണിക്കൂർ നേരം കുതിർത്ത ഉലുവയാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ഉലുവ കിട്ടാൻ. ഇതിപ്പോൾ 1 ടീസ്പൂൺ ഉലുവയാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു ഹെയറിന് ആവശ്യത്തിനാണ് ഞാൻ ഉലുവ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഉലുവയെല്ലാം ഒരു മിക്സിയിലെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച ഒരു ചെമ്പരത്തിപ്പൂ, അപ്പോൾ ആ ചെമ്പരത്തിപ്പൂ മാത്രമായിട്ട് എടുത്ത് അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെമ്പരത്തി കുതിർക്കാൻ വെച്ച ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എക്സ്ട്രാ വെള്ളം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് തുളസിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തലയിൽ നല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പേൻ്റെയൊക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിടി തുളസിയില അല്ലെങ്കിൽ ഒരു തണ്ട് തുളസിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. കാര്യം ഉലുവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്ന ഒരു സാധനമാണല്ലോ. മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാൻ ഏറ്റവും നല്ലതാണ് നമുക്ക് ഉലുവയും ചെമ്പരത്തി പൂവും നല്ല രീതിയിൽ തന്നെ നല്ലൊരു കറുപ്പ് നിറം. ഇതപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഓയിൽ നന്നായിട്ട് ചെയ്യണം. ഹെയർ ഓയിൽ നന്നായിട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാവൂ. കാരണം ഉലുവ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെയർ നന്നായിട്ട് ഓയിൽ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇത് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് നോർമൽ ടാപ്പ് വാട്ടറിൽ തന്നെ നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമുക്കതൊരു വീക്ക്ലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ്.